മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും, ഗുരു ഇടവം രാശിയിലും, ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും, കേതു കന്നി രാശിയിലും, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ 4 ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മെയ് 7-ാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് 23-ാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 14-ാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും 15-ാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും, കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മെയ് 31-ാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും. ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും. ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭയോഗം നിർമ്മിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശനി, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. മെയ് 18-ാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറിക്കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല. ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. മെയ് 7-ാം തീയതി മേടത്തിലേക്കും പിന്നീട് 23-ാം തീയതി ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഈ മാസം ആരോഗ്യസ്ഥിതികൾ പൊതുവെ നല്ലതായിരിക്കും. മാസാരംഭത്തിൽ ജോയിൻറ്റ് പെയിനോ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റും അലട്ടാൻ സാധ്യതകളുണ്ട്. അതർവൈസ് ബുധൻ്റെ രാശിമാറ്റത്തോടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ്റെ പൊസിഷൻ നല്ലതാണ്. പക്ഷേ ഇവിടെ രാഹുവും ശനിയും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും മെയ് 18-ാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ്റെ പൂർണ്ണ ശുഭഫലങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. അതുകൂടാതെ മെയ് 14-ാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ 5-ാം ദൃഷ്ടി പതിക്കുന്നത് 5-ാം ഭാവത്തിലായിരിക്കും. ഇതും വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ഈ സമയത്ത് നിങ്ങളിലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടിരുന്നവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രശ്നങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മാസത്തിൻ്റെ 2-ാം പകുതി ശുഭകരമായിരിക്കും. തമ്മിൽ തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. പുതിയ പ്രേമബന്ധങ്ങളും ഈ സമയത്ത് ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്.
ഈ സമയത്ത് ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. മെയ് 14 തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതും അവിടെ നിന്നും 7-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നതും കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും. മിഥുനത്തിൽ ഗുരു അതിചാരിയായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് 1 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു വെറും 5 മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും. അതായത് മെയ് 14 തീയതി മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരുവിൻ്റെ സ്പീഡ് ഡബിളാകുന്നതും ഒക്ടോബർ 18 തീയതി കർക്കടകത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. പിന്നീട് അവിടെ വക്രഗതിയിലാകുന്നതും ഡിസംബർ 5 തീയതി വീണ്ടും മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വിശദമായ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ധൃതി പിടിച്ച് എല്ലാം ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ഒഴിവാക്കിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് നിങ്ങളുടെ 10-ാം ഭാവത്തിലാണ്. 10-ൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. കാര്യങ്ങൾ നടന്നു കിട്ടിയാലും ആദ്യം ചിലപ്പോൾ തടസ്സങ്ങളെ നേരിടേണ്ടി വരും. എങ്കിലും മെയ് 18 തീയതി രാഹു രാശി മാറുമ്പോൾ ഇതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. കൂടാതെ മെയ് 14 തീയതി ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലായിരിക്കും. ഇത് ഭാഗ്യസ്ഥിതികളിൽ അനുകൂല മാറ്റങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. നിക്ഷേപങ്ങളും മറ്റും മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം. യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഇത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട്. പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും. നല്ല പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 12-ലും പിന്നീട് നിങ്ങളുടെ രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ ശനിയും രാഹുവും ഒന്നിച്ചായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിൽക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. ഈ സമയത്ത് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെങ്കിലും ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. എല്ലാം സാവകാശം നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നന്നായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതുപോലെ ചിലവുകളും ഉണ്ടാകുന്നതായിരിക്കും. ലാഭസ്ഥാനാധിപൻ ചൊവ്വ ധനസ്ഥാനത്ത് നീചസ്ഥനായി നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാൻ വിഷമം വരുത്തുന്നതായിരിക്കും. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്ര റിട്ടേൺസും ലഭിച്ചു എന്ന് വരില്ല. ഇതാണ് മിഥുനം രാശിക്കാരുടെ മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.